ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ പ്രക്ഷോഭത്തിൽ പാർട്ടി എംപിമാരുടെ അസാന്നിധ്യം പരിശോധിക്കാൻ ആം ആദ്മി പാർട്ടി. ആകെയുള്ള 10 എംപിമാരിൽ 7 പേർ പ്രതിഷേധങ്ങളോട് മൗനം പാലിക്കുന്നുവെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഡൽഹി മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചതിന് പിന്നാലെയുള്ള രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കാൻ ആം ആദ്മി പാർട്ടി നേതാക്കൾ ഇന്ന് യോഗം ചേരും. അതിനിടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭവ് കുമാറിനെ പുറത്താക്കി. സർക്കാരിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി എന്ന പരാതിയിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് കീഴിലുള്ള വിജിലൻസ് ആണ് നടപടിയെടുത്തിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകാനുണ്ട്. ആർക്കെ, ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ ഭരണം ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ? അതാണോ ഇപ്പോൾ ഈ പാർട്ടിക്കകത്തെ ഒരു കെട്ടുറപ്പില്ലായ്മ കാണിക്കുന്നത്? ഇതിൽ ആം ആദ്മി പാർട്ടി നേതൃത്വം കൈക്കൊള്ളാൻ പോകുന്ന നടപടികൾ എന്തൊക്കെയാണ്? പാർട്ടിക്കകത്ത് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നേതൃത്വത്തിന് ആശങ്കയുണ്ടോ? ഗോപിക്ക് അറിയാമല്ലോ, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് 10 എംപിമാരാണ് ഉണ്ടായിരുന്നത്. ആ 10 എംപിമാരിൽ ഒരാൾ ഇതിനകം തന്നെ BJP ആയി കഴിഞ്ഞു. മറ്റ് എംപിമാരുടെ കാര്യമെടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 3 പേർ ഒഴിച്ച് അത് പ്രധാനപ്പെട്ട ചില പേരുകൾ രാഘവ് ചഡ്ഡ, ഹർഭജൻ സിംഗ്, അശോക് കുമാർ ബിത്തൽ, സഞ്ജയ് അറോറ, ബൽബീർ സിംഗ്, വിക്രംജിത്ത് സിംഗ്, സ്വാതി മലിവാൾ തുടങ്ങിയിട്ടുള്ള എംപിമാർ ഇപ്പോൾ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഇപ്പോൾ പാർട്ടിക്ക് ഉത്തരമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ചില സമയങ്ങളിൽ അവരെത്തുകയും അരവിന്ദ് കെജ്രിവാളിന് ഒപ്പം നിൽക്കുന്ന ചിത്രമിടുകയും അരവിന്ദ് കെജ്രിവാളിന് ഒപ്പമുണ്ട് എന്ന് ഒരു വരി നവമാധ്യമങ്ങളിൽ കുറിക്കുകയും ചെയ്യുന്നതിന് ഒഴിച്ചാൽ ഇവരൊന്നും പ്രകടമായിട്ട് ഈ സമര മുഖത്തേക്ക് എത്തുന്നില്ല, പ്രതിരോധം തീർക്കാനായിട്ടുള്ള മുന്നണിയിലേക്ക് വരുന്നില്ല. ഈ സാഹചര്യം പരിശോധിച്ച ആം ആദ്മി പാർട്ടി ഇപ്പോൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ രാഘവ് ചദ്ദയുടെ കാര്യം, അദ്ദേഹം ബ്രിട്ടനിലാണുള്ളത്. കണ്ണ് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് അദ്ദേഹം അവിടെ പോയത് എന്നാണ് പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുപോലെ തന്നെ സ്വാതി മലിവാൾ, അവർ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്ന രീതിയിൽ എല്ലാ ഘട്ടങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധങ്ങളുടെ മുന്നണിയിൽ നിന്നിരുന്നതാണ്. അവരിപ്പോൾ അമേരിക്കയിൽ ബന്ധുവിൻ്റെ അടുത്താണുള്ളത്. അങ്ങനെയുള്ള ഒരു സമയത്ത് ആവശ്യത്തിന് വിളിപ്പുറത്തില്ലാത്ത എംപിമാർ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ചില പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു, ചില വലിയ സൂചനകൾ നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നലെ ഉണ്ടായ രാജി കൂടി, മന്ത്രിസഭയിൽ നിന്നുണ്ടായ രാജി കൂടി കണക്കിലെടുക്കുമ്പോൾ ആം ആദ്മി പാർട്ടി പാളയത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുകൂടി വിലയിരുത്താനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത്. ഈ അഴിമതി ആരോപണം നേരിടുന്ന സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാൻ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഭരണം നയിക്കും എന്ന് പറയുമ്പോൾ പാളയത്തിനുള്ളിൽ നടക്കുന്നത് അത് അഴിമതിയാണ് എന്ന് വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും പ്രചരണം ഉണ്ടായാൽ അത് ആ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന തിരിച്ചടി എത്ര വലുതാകും എന്നവർക്ക് മനസ്സിലാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള സമീപനം പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ പരിശോധന നടത്തും എന്ന് സഞ്ജയ് സിംഗ് തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. സഞ്ജയ് സിംഗ് ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ആശങ്കയുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ വിലയിരുത്തുക. പ്രതിരോധ പരിപാടികൾ അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആം ആദ്മി പാർട്ടി ഇന്ന് നടത്താനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് BJP പല ഇടങ്ങളിലും അരവിന്ദ് കെജ്രിവാളിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യ ദിവസങ്ങളിൽ കണ്ടിരുന്നത്, ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടായ സമയങ്ങളിൽ BJP അങ്ങനെ ഈ അറസ്റ്റിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നൊരു ശ്രമമായിരുന്നു നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ BJP ഈ അറസ്റ്റിനെ വലിയ രീതിയിൽ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് പ്രചരണം നടത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ പോലീസുമായിട്ട് പോലും അവർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഡൽഹി ഹൈക്കോടതിയുടെ വിധി കൂടി വന്ന ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം തിരിച്ചടിയാകും എന്ന ഭീതി ആം ആദ്മിക്ക് നൽകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഗോപി ഈ വിധത്തിലുള്ള നടപടികളിലേക്ക് ആം ആദ്മി പാർട്ടി കടക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.